സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാണ്. ഇന്ന് 6 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകൾക്കും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്ത് ശക്തമായ മഴയിൽ വലയുകയാണ് പൊതുജനം. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, മഴ മുന്നറിയിപ്പുകൾ ഒപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഒരു മണിക്കൂറാണെങ്കിൽ ശക്തമായ മഴയാണ് നിന്ന് പെയ്യുന്നത്. കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ തന്നെ വെള്ളക്കെട്ട് കാരണം ജനം വലയുന്ന സാഹചര്യവും. തന്നെയാണ് സംസ്ഥാന വ്യാപകമായി മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ മഴ കരുത്താർജിക്കുന്നു. ഒപ്പം തന്നെ ചക്രവാത ചുഴി ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളും സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ 31-ാം തീയതിയോടുകൂടി 4 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കാലവർഷം കൂടി കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശക്തമായ മഴയും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വേനൽമഴ ഏറ്റവും ഉയർന്ന തോതിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, ഒപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അലർട്ട് നൽകിയിട്ടുള്ളത്. നാളെ 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് കൂടി നൽകിയിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ 1 മണിയോടുകൂടി വരുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കൂടി തെളിയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് തലസ്ഥാന ജില്ലയിലടക്കം ഈ 1 മണിക്കൂറൊക്കെ നിന്ന് പെയ്യുന്ന മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയാണ്. സർവ്വസാധാരണമാണ്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ വേനൽ മഴയും കാലവർഷവും ഒക്കെ എത്തിയപ്പോഴും ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അല്പസമയം മുമ്പും ശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിലെ നഗരമേഖലകളിലും ഗ്രാമമേഖലകളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതടക്കം നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ, സാധാരണ പൊതുജനങ്ങൾ ഇവർക്കൊക്കെ അത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായ സമയത്ത് നടക്കാത്തത് കൂടിയാണ് ഇത്തരത്തിലുള്ള ദുരിതത്തിന് പൊതുജനങ്ങൾ ഇടയാകുന്നത് എന്നുള്ളതാണ് വിമർശനമായി ഉയരുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായി ഫണ്ട് അനുവദിക്കാനോ വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ട സംയോജിതമായ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിലും ശക്തമായ മഴ ലഭ്യമാകും തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതേസമയം തന്നെ തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. എന്തായാലും 1 മണിയുടെ മഴ മുന്നറിയിപ്പ് മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചനം നൽകിയിട്ടുള്ളത്. ശാലിനി വിവരങ്ങൾ നൽകിയത്.